സയ്യിദുനാ ലുഖ്മാൻ ചൊല്ലടേ ലുഖ്മാൻ റളിയല്ലാഹു അൻഹു തൻ്റെ ഇടമുള്ള മോനെ വിളിച്ചു. മോനോട് പറഞ്ഞു, മോനെ, ഉപ്പാക്ക് കാര്യമായി ഭൂമിയിൽ ഒരു ആഗ്രഹമൊന്നുമില്ല, ഒരു ആഗ്രഹം എനിക്കുണ്ട് മോനെ, അതെൻ്റെ മോനെ കൊണ്ട് കിട്ടിയെങ്കിൽ ഉപ്പാ ആ പാറക്കല്ല് വലിച്ചു കൊണ്ടുവാ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി നോക്കും, കിട്ടോ കിട്ടില്ലെന്നുള്ള വേറെ കാര്യമാണ്. മോനെ അതല്ല, മോനെ ഈ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ പൊന്നുമകൻ സ്വർഗത്തിൽ പോയിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമോ? അല്ലോ, വാപ്പാക്കത്തൊരു മോനും മോൻക്കൊത്തൊരു വാപ്പയും. ഈ വാപ്പ പറയുക, മോനെ സ്വർഗത്തിൽ പോയിട്ട്, അല്ല ഉപ്പാ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചെത്തേണ്ട കുറച്ച് സമയം പിടിക്കും കേട്ടാ. അങ്ങനെ മോൻ വാപ്പയോട് അനുവാദം വാങ്ങി സലാം പറഞ്ഞ് ഓടുകയാണ്. പടച്ചവനെ, എൻ്റെ കുട്ടി ഏത് സ്വർഗത്തിലേക്കാ? പിതാക്കളെ, എൻ്റെ ധീരിന്റെ പടയാളികളായ കൊച്ചനുജന്മാരെ, നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു കുട്ടിയാണ് വാപ്പാക്ക് സ്വർഗത്തിൽ പോയിട്ട് വല്ലതും കൊണ്ടുവരാൻ ഓടുന്നത്. ഉപ്പങ്ങനെ തഹയ്യുറായി അത്ഭുതപ്പെട്ട് നിൽക്കുന്നു. എൻ്റെ മോൻ ഏത് സ്വർഗത്തിലേക്കാണ്? ആ കുട്ടിയങ്ങ് പോകുന്നത് സ്വന്തം വീട്ടിൽ ഉമ്മാന്റെ ചാരത്ത് ചെന്നിട്ട്, ഉമ്മാ അക്കാലൊന്നു പൊക്കട്ടെയോ ഉമ്മാ. ഉമ്മയോട് ചോദിക്കുന്നു, ഉമ്മാ ഈ പൊന്നുമകന് അവിടുത്തെ കാലൊന്ന് പൊക്കി കാണിച്ചു തരുമോ? ആ കാലൊന്ന് പൊക്കി തരുമോ? മോനെ, എന്തിനാണ് ഉമ്മയുടെ കാല് പൊക്കുന്നത്? ഉമ്മ കാലൊന്ന് പൊക്കിയാലും അസാധുവായ ഉമ്മ കാലൊന്ന് പൊക്കിയപ്പോൾ അവിടുന്ന് ധരിച്ച ചെരുപ്പിന്റെ ചുവട്ടിലുള്ള മണ്ണ് ഈ കുട്ടി കൈകൊണ്ട് വടിച്ചെടുത്ത് ഒരു കടലാസിലിട്ട് ചുരുട്ടിയിട്ട് ഓടി വന്ന്, ഉപ്പാ ഹാദാ തുറാബുമ്മിൽ തുറാബിൽ ജന്ന, സ്വർഗത്തിലെ മണ്ണാണ് ഉപ്പാ. ഉപ്പാ സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. എൻ്റെ സ്വർഗത്തിൽ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, ആ മണ്ണാണ്. അജബൽ അജബാ. ലുഖ്മാൻ തങ്ങൾ ചോദിക്കുന്നു, മോനെ മിൻ ഐന ജഅത ബിഹി, ഏത് സ്വർഗത്തിൽ നിന്നാണ് എൻ്റെ പൊന്നുമകന് മണ്ണ് കിട്ടിയത്? മിൻ തഹതി ഖദമി ഉമ്മി. ഉപ്പാ, വാപ്പ എന്നോട് സ്വർഗത്തിൽ പോകാൻ പറഞ്ഞു. എൻ്റെ സ്വർഗം എൻ്റെ ഉമ്മയുടെ കാലിൻ ചുവട്ടിലല്ലയോ? അവിടെ ചെന്നപ്പോൾ എനിക്ക് കുറച്ച് മണ്ണ് കിട്ടി, ഞാൻ ആ മണ്ണാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മോനെ, ഉമ്മയുടെ കാലിൻ്റെ അടിയിൽ കാലിന്റെ ചുവട് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഈ വാപ്പയുടെ കാലോ അൽവാലിദാരി ബാബാരി മിൽ അബ്വാബിൽ ജന്ന, അൽവാലിദാരി ബാബാരി മിൽ അബ്വാബിൽ ജന്ന. മോനെ, സ്വർഗത്തിലേക്ക് പോകുമ്പോൾ രണ്ട് വാതിലുണ്ട്. ഒന്ന് നിന്റെ ഉമ്മയാൻ, രണ്ടാമത്തെ വാതിലിന്റെ ഉപ്പയുമാണ്. ഉമ്മയുടെ കാല് സ്വർഗമാണെന്ന് ഉറപ്പിച്ച കരളെ, ഈ വാപ്പയുടെ കാലും സ്വർഗമാണെന്ന് ഉറപ്പിക്കണേ. ലുഖ്മാൻ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ദീനിന്റെ മക്കളെ, ഇസ്ലാമിന്റെ ചുറുചുറുക്കുള്ള കുട്ടികളെ, നമ്മുടെ ഉമ്മ ഉപ്പ അവര് പാവങ്ങളാണ്. ആ പാവങ്ങളെ വേദനിപ്പിച്ച് ആ പാവങ്ങളെ വഷളാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിയുമായി വീട്ടിലേക്ക് വരുന്നത്, ഏതെങ്കിലും ഒരു പെണ്ണുമായി പോകുന്നത്, നഊദു ബില്ലാഹ്, മോളെ മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടുന്നതിന് തുല്യമാണ്. അരുത് അരുത് അരുത്. അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. എന്താണ് സഹോദരങ്ങളെ, ഞാനിവിടെ എല്ലാവരും അയാൾ പോയും ചെയ്തു. അയാൾ ബക്കറ്റേറ്റ് ഇങ്ങനെ വന്നു ഒരു നല്ല വിഷയം പറയുമ്പോഴാണ് അയാൾ ഏതോ, അവൻ ചെറിയ ചെക്കനാ, അവൻ പെണ്ണും കെട്ടിയിട്ടില്ല, അതാണ് മോട്ട് പെണ്ണും കെട്ടിയിട്ടില്ല. ഇവിടുന്ന് ഖതീബുസ്താദ് ഇങ്ങോട്ട് വല്ലോ, നല്ല പൈസ കൊടുക്കും മക്കളെ, എല്ലാവരും നല്ല പൈസ കൊടുക്കും. ഉപ്പാപ്പാന്റെ പൊരുത്തം കിട്ടാൻ, ഉപ്പാപ്പയുടെ പൊരുത്തം ലഭിച്ചു. അബൂക്കർഭായി നല്ല പൈസ, നിങ്ങൾ 10 രൂപ കൊടുത്തോട്ടെ, വെറും 10 കൊടുത്ത്, വലിയ പൈസ കൊടുക്കണ്ടേ? ഉപ്പാപ്പയുടെ പൊരുത്തം കിട്ടാൻ നല്ല നീയത്ത് വെച്ച് നല്ല പൈസ കൊടുക്കും. ഉമ്മമാരൊക്കെ ഇവിടെ സ്ത്രീകളൊക്കെ ഉണ്ടാ, സ്ത്രീകളൊക്കെ ഉണ്ടാ? അതെ, അല്ലോ അവർക്കൊരു ഭയന്നുറക്കായിരുന്നില്ലേ. നമ്മളെ ഉസ്താദേ
ഞാൻ വിചാരിച്ചൊരു 68-70 വയസ്സായിട്ടുണ്ടാകും. എൻ്റെ വയസ്സായിട്ടില്ലെന്ന് ഞാൻ അജബായി. ഉസ്താദിൻ്റെ കോലം കണ്ടിട്ട് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു താല ഉസ്താദിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഞാനിങ്ങനെ ചോദിച്ചപ്പോഴേ ഉസ്താദ് ഷുഗറുണ്ട് വെച്ചപ്പോൾ ഇല്ല. അപ്പം ഞാൻ അൽഹംദുലില്ലാ. അപ്പം നോക്കുമ്പോൾ നമ്മളെ വയസ്സില്ല, അതൊക്കെ നിറച്ച് എന്തൊക്കെ. അള്ളാഹു താല ആഫിയത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. ഒരു നല്ല നേതൃത്വം ഉണ്ടല്ലോ, ഒരു നല്ല നേതൃത്വം നമുക്ക് തന്നിട്ടുണ്ടല്ലോ. പ്രായമില്ലെങ്കിലും ഹൈബത്തല്ല തോന്നിപ്പിക്കുന്നുണ്ട്, അതൊരു വലിയ ബറക്കത്താണ്. അൽഹംദുലില്ലാ. ഞാനിവിടെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു ഭാഗത്ത് മാതാപിതാക്കളുടെ മനസ്സു പൊട്ടിച്ച് ചാടിപ്പോകുന്ന, ചാടിച്ചു കളയുന്ന കുട്ടികൾ ഒരു പേടിയില്ല, ഒരു വിഷമില്ല, ഒരു ഷഫഖത്തുമില്ല, കൃപയുമില്ല. ഇവിടെയാണ് പരിസരങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നാം സൂക്ഷിക്കണം. ഉപ്പാപ്പയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കുമാറാവട്ടെ. ഓ എൻ്റെ പിതാക്കളെ, ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയുകയാണ്. എൻ്റെ പൊന്നു പിതാക്കളോട്, ഉമ്മമാരോട് ഞാനൊരു വാക്ക് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മദദ് നമുക്ക് നൽകുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, അല്ലയോ ഉമറേ, അല്ലയോ സിദ്ദീഖ്. അവിടുന്ന് പറഞ്ഞു, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല പ്രത്യേകമായ ഒരു ദുആ കൊടുത്തിട്ടുണ്ട്. ധാരാളം ദുആകളുണ്ട്, പക്ഷേ നിർണായക ഘട്ടത്തിൽ കൈ നീട്ടിയാൽ അക്കൈയല്ല തട്ടുകയില്ല. അതിനു പറ്റിയ നല്ലൊരു ദുആ എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. ആ ദുആകളെല്ലാം മുഴുവൻ അമ്പിയാക്കളും ആ ദുആകൾ ചെലവഴിച്ചു. സ്വഹാബാ, കരീമുല്ലാഹി മൂസ ചൊല്ലണേ, കരീമുല്ലാഹി മൂസ. ഉറക്ക ചൊല്ലു മുസ്ലിമീങ്ങളെ, കരീമുല്ലാഹി മൂസ. 2 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കളിൽ നിന്ന് കടഞ്ഞെടുത്ത 300-ൽ പരം വരുന്ന മുർസലീങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 25 പേരിൽ നിന്നും കടഞ്ഞെടുത്ത 5 പേരുണ്ടല്ലോ. ആ 5-ൽപ്പെട്ട മഹാനാണ് കരീമുല്ലാഹി മൂസ. മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. നമുക്ക് ആർക്കെങ്കിലും വല്ല വിഷമമുണ്ടായിട്ടുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയപ്പോൾ അവിടുത്തെ മനസ്സ് പതറി തളരി, അവിടുത്തെ മനസ്സ് ഒന്ന് തടന്നപ്പോൾ അവിടുത്തേക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേക ദുആ ചെലവഴിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വലിയ വിഷമത്തിലേക്ക്, തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഘട്ടങ്ങൾ തൊട്ട് മറ്റു പല വിഷമങ്ങളിലേക്കും വലിച്ചിടുന്ന സമയത്ത് അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത ദുആ, അല്ലാഹു തആല കൊടുത്ത ദുആ ചെലവഴിച്ചു. അല്ലയോ ഉമറേ, എനിക്കെന്റെ റബ്ബ് നൽകിയ ദുആ ഞാൻ ഇന്ന് വരെ ചെലവഴിച്ചിട്ടില്ല. കേട്ടോളൂ എൻ്റെ കുട്ടികളെ, എൻ്റെ കാലുപൊട്ടി നെരിയാണി പൊട്ടി രക്തം ഒഴുകുമ്പോൾ റസൂലുള്ളയാണ് പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പല്ല് തെറിച്ച സമയമുണ്ട്, വീണപ്പോൾ പോയതല്ല, അതല്ലെങ്കിൽ പ്രായാധിക്യം കൊണ്ടുപോയതുമല്ല. ആ പല്ല് തെറുപ്പിച്ചതാൽ, ആ പല്ല് തെറുപ്പിച്ചതാൽ ആ സമയത്ത് എൻ്റെ റബ്ബ് എനിക്ക് നൽകിയ ദുആ ഞാൻ നടത്തിയില്ല, ഞാൻ ദുആ ചെയ്തില്ല. എൻ്റെ കഴുത്തിലേക്ക്, കുടൽമാർ എൻ്റെ കഴുത്തിലേക്ക് മറ്റു പലതും വലിച്ചിട്ടപ്പോൾ തലപൊക്കാൻ കഴിയാതെ വിഷമിച്ച സമയം എൻ്റെ പൊന്നുമകൾ ബീവി ഫാത്തിമ, ഫാത്തിമ എന്ന എൻ്റെ പൊന്നുമകൾ, ഫാത്തിമ എന്ന എൻ്റെ പൊന്നുമകൾ ഉപ്പാ വാ അബത്താ, ഉപ്പാ എന്ന് വിളിച്ചിട്ട് എൻ്റെ അരികിലേക്ക് വന്ന എൻ്റെ പൊന്നുമകൾ അവിടുന്ന് കണ്ണീരൊടുക്കി. ഖദീജ ഉമ്മ, മുഅ്മിനീങ്ങളെ, ഖദീജ ഉമ്മ പലപ്പോഴും പറയും, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലിരിക്കുമ്പോൾ റസൂലുള്ള വേറെ വല്ല ചിന്തയിലോ മറ്റോ ആണ് എങ്കിൽ ഞാൻ മെല്ലെ ചവിട്ടിൽ ചെന്ന് പറയും,
ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഫാത്തിമ എന്ന് കേട്ടാൽ നബി തങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. റസൂലുള്ളാഹിക്ക് ഫാത്തിമ അങ്ങനെയാണ്. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ഫാത്തിമ മുത്തുനബി തങ്ങൾക്ക് അങ്ങനെയാണ്. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബിന്റെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുന്നത്. ഓ സിദ്ദീഖ്, എനിക്ക് ആ സമയത്തും എൻ്റെ മകളുടെ കണ്ണീര് കണ്ട സമയത്തും റബ്ബ് എനിക്ക് നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ ദുആ നടത്തിയില്ല. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. അന്നൊന്നും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി, ഫഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലി ഉമ്മതി. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എൻ്റെ പാവപ്പെട്ട ഉമ്മത്തിന് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മതാ അൽഖാ ഇഖ്വാരി, ഞാൻ എൻ്റെ മക്കളെ എന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്, ഞങ്ങളൊക്കെ അവിടുത്തെ മക്കളല്ലയോ നബിയേ, കുട്ടികളല്ലയോ തങ്ങളെ. ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എൻ്റെ സ്വഹാബികളാണ്. വ ഇഖ്വാരി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എൻ്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എൻ്റെ കൂടെ നിസ്കരിക്കാത്ത, എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരുപാട് പാവങ്ങൾ എൻ്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ് സ്വഹാബികളെ, അവര് സാധുക്കളാണ്. എന്നെ വെറുത്തിട്ട് ആ മക്കളൊന്നും ചെയ്യൂല. മതാ അൽഖാ, ആ കുട്ടികളെ ഞാനൊന്ന് കണ്ടുമുട്ടും. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, എൻ്റെ ദീനിൻ്റെ മക്കളെ, ആ നബി തങ്ങളുടെ കാലുപെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകുമ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, അങ്ങയെ കല്ലെടുത്തെറിഞ്ഞ, അങ്ങയുടെ കഴുത്തിലേക്ക് മറ്റു പലതും വലിച്ചെറിഞ്ഞ ആ മനുഷ്യന് ഒന്ന് കേടായി ദുആ ചെയ്തുകൂടയോ? ഒന്ന് കേടായി ദുആ ചെയ്തുകൂടയോ? എൻ്റെ ഉമറേ, എൻ്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഹിദായത്തിൻ്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എൻ്റെ സന്തോഷം എത്രയാണ് ഉമറേ. നമുക്ക് വേണ്ടി കണ്ണീരൊടുക്കിയ ഒരാൾക്ക് ഈമാനിൻ്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിൽ പോകുന്നത് കണ്ടാൽ എന്തൊരു സന്തോഷിക്കുന്ന ഉപ്പാപ്പയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാലി അജലി ഫാത്തിമ, എൻ്റെ ഫാത്തിമാനെ ഓർത്തിട്ടല്ല ഞാൻ കരയുന്നത്. ഒരു ദിവസം അവിടുന്ന് വല്ലാത്ത കരച്ചിൽ. നബിയേ, ആരെ ഓർത്തിട്ടാണ് കരയുന്നത്? ഖദീജാനെ ഓർത്തുവോ? ഇല്ലാ, ലാലി ഖദീജ വലാലി ആയിഷ, ലാകിൻ ലി അജലി ഉമ്മതി ദബിൽ ഹസൻ, ലാകിൻ ലി അജലി ഉമ്മതി യാ ഉമ്മതി. എൻ്റെ ആയിഷാനെ ഓർത്തിട്ടല്ല. ഓ മലക്കുകളെ, എൻ്റെ ആയിഷാനെയോ ഖദീജയെയോ എൻ്റെ ഫാത്തിമാനൊന്നും ഓർത്തിട്ടല്ല, എൻ്റെ പാവപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ മനസ്സിലൊരു വേദന ഉണ്ടാക്കുന്ന, വ്യക്തിപരമായി എന്ത് സംഭവിച്ചാലും നേരത്തെ ഉപ്പാപ്പ നമുക്ക് നസീഹത്ത് നൽകി, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഒരിക്കലും നിങ്ങൾ നിരാശരാവരുത്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയരുത്. എത്ര വ്യക്തിപരമായി സംഭവിച്ചാലും അല്ലാഹു തആല നമ്മെ കൊടുക്കുകയില്ല, നമ്മെ തട്ടുകയില്ല. പക്ഷേ ദീനിനെ എങ്ങാനും വേദനിപ്പിച്ചാലോ? പരസ്യമായി എൻ്റെ മക്കളെ, കാസർഗോഡ് ജില്ലയിൽ പാരിക്കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മോനെ. ഒരു പുതിയാപ്പള പോകുന്ന രംഗം, LKG പഠിക്കുന്ന കുട്ടികളുടെ, ഏത് നാട്ടിലാണ് മഹാന്മാർ, മഹബത്തിന്റെ നാടാണ് കാസർഗോഡ് ജില്ല, മറക്കരുത്.
എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, പടത്തിൻ്റെ പ്രസരിപ്പ് കാരണം റസൂലുള്ളാഹിനെ മറന്നാലോ? LKG പഠിക്കുന്ന കുട്ടികളുടെ രൂപത്തിൽ മാത്രമല്ല, JCBയിലൂടെ മയ്യിത്ത് കെട്ടിലൂടെ പുതിയാപ്പിളയും പുതുപ്പെണ്ണ് പോകുന്ന കാഴ്ചകൾ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ 12 ലക്ഷം കൊണ്ട് ഉണ്ടാക്കിയ അറ പുതിയാപ്പിട കൂടെ പോയ കൂട്ടുകാരാണത്ര തച്ചു പൊളിച്ചു. ആരോട് പറയാൻ? 1 വർഷം മുമ്പ് പുതിയാപ്പിട തലയിലേക്ക് ചളിവെള്ളം മുടിച്ചു എന്ന് കൂട്ടുകാർ, പുതിയാപ്പിട കൂടെ പോകുന്നവർ ദീനിന്റെ മക്കളാണ്, ഈമാനിന്റെ വെളിച്ചം കിട്ടിയവരാണ്. അമുസ്ലിം കുട്ടികൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? പൊട്ടുവെച്ച ഹൈന്ദവ മക്കൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ഉമ്മത്തിൽ കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞ ഉമ്മത്തിലാണ് മോനെ. ഇപ്പോൾ ഇതാ കേൾക്കുന്ന 4-5 കുട്ടികൾ ഒരു പാട്ടയിൽ മൂത്രമടിച്ചിട്ട് പുതിയാപ്പിട തലയിലേക്ക് കുടിക്കുകയാണ്. എത്ര മോനെ! അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയായിരിക്കും? എന്തുകൊണ്ടാണ് കളിക്കുന്നത്? ഭാവിയിലേക്കുള്ള ആമുഖമാണ് കല്യാണ ദിവസം. ആ കല്യാണ ദിവസത്തിലാണ് ഈ കാട്ടിക്കൂട്ടുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ വേദന എത്രയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിലെ പ്രയാസം ഈ ഉമ്മത്ത് കൊണ്ടാണല്ലോ കളിക്കുന്നത്, ഈ ഉമ്മത്തിലെ കുട്ടികളാണല്ലോ കളിക്കുന്നത്. മോളെ, പുതുപ്പെണ്ണം പുതിയാപ്പിളയുമായി ഇറങ്ങുമ്പോൾ ഒന്നോർക്കുന്നത് നല്ലതാണ്. എന്നേക്കും ഭാവി നശിപ്പിക്കരുത് എന്ന് ഞാൻ എൻ്റെ കുട്ടികളോട് ഓർമ്മപ്പെടുത്തുന്നു. മോളെ, ഞാൻ എൻ്റെ പെൺകുട്ടികളോട് ഈ അടുത്ത് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഹാജിയാരനോട് പറഞ്ഞു, എൻ്റെ മകളുടെ കല്യാണ ദിവസം ഞാൻ അവൾക്ക് എടുത്തൊരു ഉടുപ്പ് ഉസ്താദേ 65,000. അയാള് പറഞ്ഞ വാക്കാണ്, പക്ഷേ അത്രയുണ്ടോ എനിക്കറിയില്ല. 65,000, അതിലേറെയുണ്ടത്രേ വിലകൾ. 65,000 രൂപയുടെ ഒരു കല്യാണ വസ്ത്രം എടുത്തിട്ട് ആ വാപ്പ പറയാ, അവളൊരു മണിക്കൂർ പോലും എടുത്തില്ല, അപ്പോൾ ധരിച്ചില്ല. അപ്പോഴേക്കും പുതിയാപ്പിട വീട്ടിൽ നിന്ന് അതിനേക്കാളും വിലപിടിപ്പുള്ള ഒരു വസ്ത്രം കൊണ്ടുവന്നു. രണ്ടും ഇന്ന് വീട്ടിലുണ്ട്. സൽക്കാര ദിവസം പോലും എൻ്റെ മോളോട് പറഞ്ഞപ്പോൾ മോള് പറഞ്ഞു, കല്യാണ ദിവസത്തെ വസ്ത്രമല്ലേ, ആളുകൾ കണ്ടാൽ മോശമാണ്. എൻ്റെ മോൾക്ക് കൊണ്ടുവന്ന 2 ജോഡി 65,000. ഏത് കാലത്താ ഓർക്കേണ്ടതുണ്ട്? സുബ്ഹി നിസ്കരിക്കാൻ വേണ്ടി ഒരു തുണി തരോ എന്ന് ചോദിക്കുന്ന പാവങ്ങളുണ്ട്. ഒരു തുണി ഉടുക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ട്. ഓർക്കണം നിങ്ങൾ, 65-70,000 രൂപ, ആ രൂപയുടെ വസ്ത്രമുള്ള ഉണ്ടാക്കിയ വസ്ത്രം മോളെ പള്ളിക്കാട്ടിലേക്ക് നിന്നെ വസ്ത്രം കാത്തിരിക്കുന്നുണ്ട്, പള്ളിപ്പറമ്പിലേക്ക് നോട്ടക്കുറിയായി കാത്തിരിക്കുന്നുണ്ട്. ഞാനത് കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മോളെ, ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. മക്കളെ, ഓർക്കുന്നത് നല്ലതാണ്. ഇറാഖിൽ ഈ അടുത്തൊന്ന് സിയാറത്തിന് പോയി. ഒരു വയസ്സായ ഉമ്മ നോക്കി നിൽക്കുന്നുണ്ട് വിട്ട്. എന്താണെന്നറിയോ? കൂടെയുള്ള ഹാജിയാരി ഒരു മധുരവെള്ളം വാങ്ങിയിട്ട് കുടിച്ചിട്ട് ഗ്ലാസ്സിൽ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. ആ ഉമ്മ മെല്ലെ വന്നിട്ട്, ആ ഉമ്മ മെല്ലെ നടന്നു വന്നിട്ട് ആ കുടിച്ചു വെച്ച ആളോട് ചോദിച്ചു, ഈ വെള്ളം എൻ്റെ മക്കൾക്ക് കൊടുക്കട്ടെ, എൻ്റെ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ. ആ ഉമ്മതെടുത്തിട്ട് മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അതാ തൊട്ടടുത്തിലിരിക്കുന്ന ആ കുട്ടികൾ മോന്തി കുടിക്കുന്നത് കാണണം. കാസർഗോഡ് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട പിതാക്കളെ, എന്തുകൊണ്ടാണ് കളിക്കുന്നത്? 90,000 രൂപയുടെ 1.5 ലക്ഷം രൂപയുടെ വസ്ത്രങ്ങൾക്ക് വാങ്ങിയിട്ട് ധരിച്ചോളൂ, അല്ലാഹു തആല നിഅമത്ത് തന്നിട്ടുണ്ടെങ്കിൽ. പക്ഷേ വെറുതെ ഒഴിവാക്കി കഴിഞ്ഞാൽ, വെറുതെ ഒഴിവാക്കി തള്ളി മാറ്റിക്കഴിഞ്ഞാൽ അതിനും ചില ചോദ്യങ്ങളുണ്ട്. ഇല്ലാമിൽ ഖിർഖത്തിൽ സതറ ബിഹാ ഔറതഹു വഇല്ലാമിൽ കിസ്റത്തി ഖുബ്സിൽ സദ്ദ ബിഹാ ജൂഅതഹു വഇല്ലാമിൽ ഖില്ലിൽ യതദഖലു ഫീഹി മിനൽ ഹർരി വൽ ഖുല്ലി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മോളെ ഫാത്തിമ, സാധാരണ ഉപ്പാപ്പയെ കാണുമ്പോൾ ഹസൻ ഹുസൈൻ എന്ന മക്കൾ ഓടി വരും, എൻ്റെ മടിയിലിരിക്കും, എൻ്റെ താടി പിടിച്ച് കളിക്കും. ഇന്നെന്താ എൻ്റെ കുട്ടികൾ, ഇന്നെന്താണ് എൻ്റെ മക്കൾ എൻ്റെ അരികിലേക്ക് വരാത്തത്? ഉപ്പാ,
എൻ്റെ കുട്ടികൾ രാവിലെ ഒന്നും കടിച്ചിട്ടില്ല ഉപ്പാ, ഇന്ന് ഉച്ചക്കും കടിച്ചിട്ടില്ല ഉപ്പാ. എൻ്റെ മക്കൾ പാവങ്ങളാണ്, വിശന്നുകൊണ്ട് വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് എൻ്റെ മക്കൾ കിടക്കുകയാണ്. ഇത് പറഞ്ഞത് ആരാണ്? റസൂലുള്ളാഹിന്റെ മടിയിൽ കളിച്ചിരുന്ന കുട്ടികളെ കുറിച്ചാ പറയുന്നത്. അർഹമുർ റഹീമീനായ റബ്ബ്, അനുഗ്രഹങ്ങൾ തന്നാൽ മറന്നു പോകരുത്. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങളെങ്ങാനും ശുക്ർ കാണിച്ചാൽ കൂട്ടിത്തരും, അല്ല എങ്കിൽ പള്ളിപ്പറമ്പ് നരകമാണ്, ആളിക്കത്തുന്ന നരകമാണ്, മറ്റു പലതും സഹിക്കേണ്ടി വരും. ഓ പിതാക്കളെ, നമുക്ക് ചില കണ്ണുകളുണ്ട്, മോനെ അരുതി എന്ന് പറയാൻ. ഏതാണ് നമ്മുടെ മക്കൾ? നമ്മുടെ സ്വന്തം കുട്ടികളാണ്. ആ മക്കളാണ് പുതിയാപ്പിള ഇറങ്ങുന്ന സമയത്ത് ചീത്ത കൂട്ടുകെട്ടിനേക്കാളും പിടക്ക് പിടിച്ചൊരു ജീവിതം എന്താണ് എന്ന് മഹാന്മാർ ചോദിക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാർ, മോനെ ആ പുതിയാപ്പിള വീട്ടിലേക്ക് ഏതോ കൂട്ടുകാരുമായി വരുമ്പോൾ ഗേറ്റ് അടക്കാൻ തന്റെ ഇടമുള്ള പിതാക്കൾ എവിടെയാണ് നാട്ടുകാരെ ഉള്ളത്? മോനെ അരുത്, മക്കളെ അരുത്. ചെറുപ്പക്കാരായ കുട്ടികൾ പാവങ്ങളാണ്, അവരെ ശകാരിക്കരുത്. പക്ഷേ മോനെ എന്നൊന്ന് വിളിക്കാൻ ഒരു വാപ്പയില്ലല്ലോ. കുട്ടികൾ സാധുക്കളാണ്, ഒരു വാപ്പ വിളിച്ചു അത്രേ. വരുന്ന വരവ് LKG പഠിക്കുന്ന കുട്ടികളെ രൂപത്തിൽ മാത്രമല്ല, ക്ലോസറ്റ് രൂപത്തിലുള്ള പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടിങ്ങനെ വരുമ്പോ ഒരു വാപ്പ ചെന്നു, ഒരു പ്രായം ചെന്ന മനുഷ്യൻ ചെന്നു. സ്വന്തം ബാപ്പയൊന്നല്ല, ആ നാട്ടിലൊരു പ്രായം ചെന്ന ഉപ്പയാൻ ചെന്നിട്ട് മോനെ മോനെ എന്ന് 2 വിളി വിളിച്ചപ്പോ ആ കുട്ടി എല്ലാം മാറ്റി. ആ കുട്ടിയുടെ ശൈലി മാറി. പാവങ്ങളാടി ചെറുപ്പക്കാരായ കുട്ടികൾ, ആ കുട്ടികളോട് മോനെ എന്ന് വിളിക്കാൻ ഇന്ന് നാട്ടിൽ ഉമറാക്കളില്ലല്ലോ. ഞാനിവിടെ ഹമീദ് ഹാജിയെ പോലെയുള്ള ജുബൈരിൽ എന്റെ വലിയൊരു മുഹിബായ ഹമീദ് ഹാജി നാട്ടുകാരനാണെന്ന് അറിയാൻ കഴിഞ്ഞു. ഹമീദ് കയെ പോലെയുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഉള്ള നാടാണിത്. ഞാൻ ഈ നാട്ടിൽ വെച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലയോ പ്രിയപ്പെട്ട പിതാക്കളെ, നമുക്ക് ചില ഉത്തരവാദിത്തമുണ്ട്, നമുക്ക് ചിലതുണ്ട്. മോളെ എന്ന് വിളിച്ചിട്ടൊന്ന് കരയാനെങ്കിലും, മോനെ എടാ മോനെ എന്ന് വിളിച്ചിട്ടൊന്ന് കരയാനെങ്കിലും നമുക്ക് കഴിയണം. അടങ്ങിയിരിക്കരുത്. വളരെ വിഷമം പിടിച്ച ഒരു കാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലുവെട്ടി നെരിയാണി വെട്ടി രക്തം ഒഴുകുമ്പോ സ്വഹാബത്ത് ചോദിച്ച സമയത്ത് പറഞ്ഞ വാക്കാണ് ആവർത്തിക്കുന്നു ഞാൻ. ഓ സ്വഹാബികളെ, എന്റെ കല്ലെടുത്തെറിഞ്ഞവരിൽ അല്ലാഹു അഫ്വ് ചെയ്ത് ആ കുട്ടി സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണെന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ ഉപ്പാപ്പയുടെ മക്കളാണ് നമ്മൾ, അവിടുത്തെ കുട്ടികളാണ് നമ്മൾ. പിതാക്കളെ കണ്ണു തുറക്കണം, പിതാക്കളെ മനസ്സ് വെക്കണം. നമ്മുടെ കുട്ടികളെ ശപിക്കരുത്, പക്ഷെ മോനെ മക്കളെ എന്ന് വിളിക്കാൻ തൻ്റെ ഇടം കാണിക്കണം. സ്നേഹത്തോടെ വെറുക്കരുത്, വെറുപ്പിക്കരുത്, അവരോട് ദേഷ്യം പിടിക്കരുത്, അവരെ മോശമായി കാണരുത്. പഴയ കാലത്ത് 20 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ വന്ന് വാഴ പറയുമ്പോൾ കാസർഗോഡിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ഏത് ബസ്സിലാ ടെലിവിഷൻ ഉണ്ടായിരുന്നത്? ഉണ്ടോ പിതാക്കളെ? ഇന്ന് ഏത് ബസ്സിലാ ഇല്ലാത്തത്? നമ്മുടെ കുട്ടികൾ പാവങ്ങളാണ്, നമ്മുടെ കുട്ടികൾ സാധുക്കളാണ്. ചെറുപ്പക്കാരായ മക്കളെ പരിഹസിക്കരുത്. കാരണം നമ്മുടെ ചെറുപ്രായത്തിൽ എനിക്ക് 20 വയസ്സുള്ളപ്പോൾ, എനിക്ക് 25 വയസ്സുള്ളപ്പോൾ എന്റെ കയ്യിൽ എല്ലാം കാണാൻ പറ്റിയ മൊബൈലില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ കുട്ടികൾക്ക് എത്ര മണിക്കൂർ കണ്ണടച്ചിരിക്കാൻ കഴിയും? എത്ര മണിക്കൂർ നമ്മുടെ മക്കൾക്ക് ചവിടുപൊത്തിരിക്കാൻ കഴിയും? നന്നാകാൻ വിചാരിച്ചാൽ ഉണ്ട്, വെടുക്കാകാൻ വിചാരിച്ചാൽ പെട്ടെന്ന് മടിയുണ്ട്. പക്ഷേ പാവങ്ങളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളാണ് നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൽ വഅജല്ലുഹുന്ന ജബത്തുൽ ഔലാദി. അല്ലാഹു തആല ഒരു മനുഷ്യന് കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ മുസ്ലിയാരാവട്ടെ, ഞാൻ ഉസ്താദ് അടക്കമുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹാജിക്കടക്കമുള്ള നമ്മുടെ മഹലിന്റെ ഭരണം കൈയാളുന്ന ഹാജിക്കടക്കമുള്ള ഉമറാക്കൾ ഇവിടെയുണ്ട്. അവരെത്തിയാൽ പറയട്ടെ, അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മക്കൾ നമ്മുടേതായി മരിക്കുക. നമ്മുടെ കുട്ടികൾ അൽഹംദുലില്ലാഹ് വലിയ കൊട്ടാരമോ തോട്ടമോ ഒന്നുമല്ല പിതാക്കളെ വലുത്. ഉമ്മമാരെ, ഖാലിഖായ റബ്ബ് നമുക്ക് നൽകിയ ഏറ്റവും
ഏറ്റവും വലിയ തൗഫീഖ് വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്. നമ്മുടെ കുട്ടികൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കണ്ടിട്ട് കൺകുളിർമയുള്ളവരാവണം. നമ്മുടെ മക്കളെ കൊണ്ട് ഖുർറത്തുൽ ഐൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് മുസ്ലിയാരാണെങ്കിലും തങ്ങളാണെങ്കിലും ഹാജിമാരാണെങ്കിലും ഏറ്റവും വലിയ തൗഫീഖ് നമ്മുടെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാൻ വകയുണ്ടാവലാണ്. അന്നദരായ എന്നതൂടെ പൊൽ ശിശുക്കളെ ദീനിസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വടിയിൽ നടത്തിടുവാൻ. പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു വലിയ മഹാൻ പറഞ്ഞ വാക്കുകളുണ്ട്. പിടഞ്ഞുകൊണ്ട് ശരീരത്തിലാകെ മുറിവേറ്റി പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ഒരു ചെറിയ കുറിപ്പെഴുതി കൂട്ടുകാരോട് പറഞ്ഞു, മക്കളെ ഇതെന്റെ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുമോ? എൻ്റെ മക്കൾ നിങ്ങളെ കണ്ടാൽ ഉപ്പ എന്ന് വിളിച്ചു വരും. ഈ എടുത്തു കൊടുക്കൂ, എൻ്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കാൻ ഉമ്മാന്റെ കയ്യിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മതി. എടുത്തു കൊടുത്തു. പോയി ആ മക്കൾ കണ്ടു ഉപ്പ എന്ന് വിളിച്ചു വന്നപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, മക്കളെ ഞങ്ങളുടെ വാപ്പ തന്നൊരു കൈ എഴുത്താണിത്, കുറിപ്പാണിത്, ഞങ്ങളുടെ ഉമ്മാന്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു. ആ എഴുത്തുമായി ഓടി പ്രിയപ്പെട്ട അസ്മാ എന്ന വലിയ മഹദി, ആ മഹദിയുടെ കയ്യിൽ ഉമ്മാ വാപ്പൊരു കത്തൊരു കുറിപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെ വായിക്കുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മ വൽ ബറക. ഭാര്യയോട് പറയുന്നു, പെണ്ണേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേക്ക് നീട്ടിവെക്കരുത്, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം, സ്വർഗത്തിൽ നമുക്ക് ഒരുമിക്കണം. അങ്ങനെ ഉപദേശിക്കുകയാണ്. നീണ്ട ഉപദേശങ്ങൾ 10-11 ഉപദേശങ്ങൾ. എൻ്റെ സമയം കഴിഞ്ഞു. ഓ പിതാക്കളെ, അതിൽ അവസാനത്ത് ഒന്ന് പറഞ്ഞു, ഭർത്താവ് ഭാര്യയോട് പൊരുത്തപ്പെടിക്കുന്ന മുസ്ലിമീങ്ങളെ, നമ്മുടെ മുത്താണ് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭാര്യ മക്കൾ, നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമ്മുടെ ഭാര്യ. ഭാര്യമാരോട് നല്ല സ്നേഹം, ഭാര്യമാരോട് നല്ല മഹബ്ബത്ത്, പുഞ്ചിരി, നസലത്ത് ബിഹിമുർ റഹ്മ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിച്ചു തരും. ഭാര്യയും ഭർത്താവും എപ്പോഴും നല്ല സന്തോഷത്തിൽ. എന്തേ സഹോദരങ്ങളെ, പെരുന്നാൾ വരുന്നു, പുഞ്ചിരിച്ച് നടന്നുകൂടെ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് എഴുതിയിട്ട് അവസാനമായി പറയുന്നു, അസ്മാ, അല്ലാഹു ലോകത്ത് നമുക്ക് നൽകിയത് ഇവിടെയും പള്ളിക്കാട്ടിലും ആഖിറത്തിലും നൽകിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ്. ആ മക്കളെ മോളെ, മോനെ എന്ന് വിളിക്കാൻ ഞാനില്ലല്ലോ. ഈ കത്ത് കിട്ടുമ്പോൾ ഞാൻ മരിച്ചു കാണും, ഈ കത്ത് നീ വായിക്കുമ്പോൾ ഞാൻ മരിച്ചു കാണും, ഇതെഴുതുമ്പോൾ പകുതി ജീവനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പറയുന്നു, എൻ്റെ മക്കളെ നിങ്ങൾ നല്ലതുപോലെ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് അന്നദരായ എന്നതുടെ പൊൽ ശിശുക്കളെ ദീനിസ്ലാം അറിവ് നൽകി വളർത്തി നല്ല വഴിയിൽ നടത്തിടുവാൻ. അസ്മാ, എൻ്റെ മക്കളെ ദീനിയായി വളർത്തണം. എന്നാൽ നിങ്ങളുടെ കൈ പിടിക്കും ഞാൻ. എൻ്റെ കുട്ടികൾ നമ്മുടെ സമ്പാദ്യമാണ്, മറക്കരുതേ എന്ന് മഹാന്മാർ ഉപദേശിക്കുന്നുവെങ്കിൽ ഈ സദസ്സിലുള്ള മാതാപിതാക്കളോട് നമ്മുടെ സമ്പത്ത്, നമ്മുടെ എല്ലാം നമ്മുടെ മക്കളാണ്. ആ മക്കളെ മറക്കരുതേ. ആ മക്കളാണ്. മക്കളെ കുറിച്ചൊരു നോട്ടം നമ്മുടെ കൽബിൽ ഉണ്ടാവണേ എന്ന് ഓർമ്മപ്പെടുത്തി, അർഹമുർ റഹീമീനായ റബ്ബേ, ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് നീ ഞങ്ങളെ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്.